ഹലോ, എല്ലാവർക്കും നമസ്കാരം. നേപ്പാൾ വീഡിയോസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ യോദ്ധ സിനിമ ഷൂട്ട് ചെയ്ത മങ്കി ടെമ്പിളിലായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മുകളിൽ കൊടുക്കാം, അപ്പോൾ അതെന്തായാലും കാണാം. നേപ്പാൾ എന്ന് പറയുമ്പോഴത്തേക്ക് നേപ്പാൾ ഇനി വരാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു അറിവിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് നേപ്പാൾ ഓൺ അറൈവൽ വിസയാണ്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നമ്മളുടെ പാസ്പോർട്ട് നോക്കും, അതേപോലെ തന്നെ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് ചോദിക്കും. അത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പതാൻ ദബാ സ്ക്വയർ എന്ന് പറയുന്ന കാഠ്മണ്ഡുവിലെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ്. ഇത് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച റോയൽ പാലസ് ആണ്. ഈ റോയൽ പാലസിൽ അമ്പലങ്ങളുണ്ട്, പഴയ ആളുകൾ താമസിച്ച വീടുകൾ കാര്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള പഴയ കാലത്തെ ഒരു ടൗണാണ്. ആ ടൗൺ ഇതേപടി ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യുനെസ്കോയുടെ പട്ടികയിൽ വന്നിട്ടുള്ള ഒരു സ്പോട്ടാണിത്. നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും കൊത്തുപണികളും ഒരു പ്രത്യേക മേക്കിംഗ് രീതിയും ഒക്കെ ആയിട്ട് പല സിനിമകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലേ. ഇത് ഒരുപാട് ഫോറിനേഴ്സ് ആണ് കേട്ടോ. ഇവരിവിടെ എന്തോ പുതിയൊരു റിനോവേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അവരെന്തൊക്കെയോ കാര്യങ്ങൾ പുതിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇത് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഗൈഡിനെ എടുത്തു. അത്യാവശ്യം കാര്യങ്ങളും സ്പോട്ടൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗൈഡിൻ്റെ സഹായം എപ്പോഴും നല്ലതാണല്ലോ. ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കണ്ട പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് ഇത് കാണിച്ചു തരാം. ഈ ഒരു സ്പോട്ട് എവിടെയാണ് കണ്ടത്, ഏത് സിനിമയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്തായാലും താഴെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. നേപ്പാൾ വരുമ്പോൾ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് എന്ന് പറയുന്നത് അമ്പലങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അതിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. 55 അമ്പലങ്ങൾ ഇതിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അത്രയൊന്നും ഇല്ല. ഇപ്പം നമ്മൾ അതിൻ്റെ പുറത്തേക്ക് കടന്നു. ആ കോട്ടയാടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ കടന്നു. ഇവിടെ നല്ല പച്ചക്കുളം, പച്ചവെള്ളം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ ഉള്ളൂ. ഇതാണ് ശരിയായ പച്ചവെള്ളം അല്ലേ. എന്തൊരു പച്ചയാണ് നോക്കൂ. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ കൊട്ടാരത്തിലെ രാജ്ഞിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുളമാണെന്നാണ് പറയുന്നത്. ഇവിടെയും നായശല്യമുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടോ വീഡിയോയിൽ. അപ്പം നല്ല ഭംഗിയുള്ള കുറേ പ്രദേശങ്ങൾ. ഇത് ചുറ്റി കാണാൻ ഏകദേശം ഒരു 1-2 മണിക്കൂറൊക്കെ മതി. പിന്നെ ഇങ്ങനത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കൂടുതൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനും കാണാനും ആസ്വദിക്കാനും ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. കൽപ്പടവുകളും കരിങ്കല്ലിൽ തീർത്തൊരു കുളവും എന്ത് ഭംഗിയായിട്ടാണ് ഇപ്പോഴും സൂക്ഷിക്കുന്നത് അല്ലേ. എന്തായാലും കാഠ്മണ്ഡു വരുമ്പോൾ ഈ ഒരു സ്പോട്ട് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. 250 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. She is killing Mahishasur. Under the Mahishasur is buffalo. And here, when they bring the head of buffalo, they have to offer blood to the goddess Kali. That's why those are the blood, real bloods. Excuse me. Now it's still these types of rituals are going on Every year. every year, no? Every Dasera. Every Dasara? Oh, Yes. And that day, when they sacrifice in Ashtami, one person they cut the neck of buffalo and they suck the blood until death. Real blood. And after 5 minutes, when we ask them, how do you feel you drink blood? And then he said that, who drinks the blood? We haven't got any blood. They don't have any blood. മൃഗബലിയെക്കുറിച്ചൊക്കെയാണ് കേട്ടോ പുള്ളി പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ നമ്മളിപ്പം ഈ പോകുന്നത് കുറേ സ്ഥലങ്ങൾ ഇവിടെ ഇങ്ങനെ പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പണ്ടത്തെ 2015 ഒരു പ്രശ്നമുണ്ടായ ആ സമയത്ത്, ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നശിച്ചു പോയി എന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്.
അപ്പോൾ പതാൻ ദബാ സ്ക്വയർ എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി. കുറേ നല്ല ഫോട്ടോസും കാര്യങ്ങളുമായിട്ട് ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത പരിപാടി ഒരു ചായ കുടിക്കണം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിലെത്തി. നല്ല സൂപ്പർ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ചായയായിരുന്നു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചായ കുടിച്ചപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഭയങ്കര റിഫ്രഷായി. അത്രയും ചായ ഇവരുടെ സംഭവം സൂപ്പറാണ്. അങ്ങനെ ബാക്കി ഒരുപാട് ഫുഡൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും നല്ലതായിരുന്നു. ഇനി നാളത്തെ വീഡിയോ ഇതാണ്. മൻകാമന ടെമ്പിൾ കാണാൻ പോയ വീഡിയോ ആണ് ഇത്. കേബിൾ കാറാണ്, കേബിൾ കാർ വഴിയാണ് നമ്മൾ പോയത്. അപ്പോൾ ആ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.